ഹായ് ഫ്രണ്ട്സ്, ലേൺ ബിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് GST രജിസ്ട്രേഷനെ കുറിച്ചാണ്. മുന്നുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞത് ജി എസ് ടിയുടെ റേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ വീഡിയോയിൽ GST രജിസ്ട്രേഷനാണ് പറയാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് GST പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതേപോലെ എന്താണ് GST രജിസ്ട്രേഷൻ എങ്ങനെ ക്യാൻസൽ ആവും, ടാക്സ് ഇൻവോയ്സസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. GST രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ഫേമിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലാഖിന് കൂടുതലാണെങ്കിൽ എന്താണ് GST പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇപ്പോൾ അതെന്താണ് 40 ലാഖിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. 2019 അത് 40 ലാഖിലേക്ക് മാറ്റിയിട്ടുണ്ട്, ടേൺ ഓവർ 40 ലാഖിൽ കൂടുതലാണെങ്കിൽ. അപ്പം ശ്രദ്ധിക്കുക, 20 ലാഖിൽ കൂടുതലാണ് ടേൺ ഓവർ എങ്കിൽ GST പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് GSTയുടെ പ്രോസസ്സ് എങ്ങനെയാണെന്നാണ്, GST രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് നമ്മൾ ആദ്യം രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ പാൻ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഇതെല്ലാമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന GST ഫോം എന്ന് പറയുന്നത് പാർട്ട് A ആണ് ചെയ്യുന്നത്. ഇത് പാർട്ട് Aയിൽ പെട്ടതാണ്. ഫോമായിട്ട് യൂസ് ചെയ്യുന്നത് GST REG 01 ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ പാന്, മൊബൈൽ നമ്പർ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, വാലിഡേറ്റ് ഓർ വെരിഫൈ ചെയ്യാണ് ചെയ്യുക. ത്രൂ OTP വഴി നമ്മൾ എന്ത് ചെയ്യണം, ഇത് വാലിഡേറ്റ് ചെയ്യും വെരിഫൈ ചെയ്യുന്നു. ഇനി നമ്മൾ വെരിഫിക്കേഷൻ സക്സസ് ആയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് GST REG 02 ആണ്. എല്ലാം ഇലക്ട്രോണിക്കലി ആണ് നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുക. ഏതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ടെമ്പററി രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ ആ റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ GST രജിസ്റ്റർ 01 എന്ന് പറഞ്ഞ ഫോമിൻ്റെ പാർട്ട് B എന്ത് ചെയ്യണം, ഓരോ അപ്ലിക്കൻറ്റും എന്ത് ചെയ്യുക, പാർട്ട് B ഫില്ല് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ഇലക്ട്രോണിക്കലി ആഫ്റ്റർ ദ ടാക്സ് ഡെപ്പോസിറ്റ്സ് അപ്പിയർ ഇൻ ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്തതിന് ശേഷം, അതായത് പാർട്ട് B സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, കിട്ടും. ഈ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാലിഡിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ വാലിഡിറ്റി പറയുന്നത് 90 ഡേയ്സ് ആണ്. നമുക്ക് ആ പീരീഡ് സ്പെസിഫൈ ചെയ്തത് 90 ഡേയ്സ് ആണ് പറയുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം, രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നത് പാർട്ട് A ആണ്. പാർട്ട് Aയിലെ GST REG 01 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ മൊബൈൽ നമ്പർ, പാൻ നമ്പർ ഇതൊക്കെ വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാണ് ചെയ്യുക ത്രൂ OTP വഴി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി എത്രയാണ് നോക്കൂ. സാധാരണ 90 ഡേയ്സ് ആണ് അതിൻ്റെ വാലിഡിറ്റി ആയിട്ട് വരുന്നത്. ഇത്രയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സായിട്ട്. ഇനി നമ്മൾ പറയുന്നത് GST പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട പേഴ്സൺസ് ആരൊക്കെയാണെന്നാണ്. പേഴ്സൺസ് ഇൻക്ലൂഡിങ് രജിസ്റ്റർ ഫോർ GST. ഫസ്റ്റ് പേഴ്സണായിട്ട് പറയുന്നത് ഇൻഡിവിജ്വൽസ് രജിസ്റ്റേർഡ് അണ്ടർ ദ പ്രീ GST ലോ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആരാണ്, ഇൻഡിവിജ്വൽസ്. അതായത് എക്സൈസ്, വാറ്റ്, സർവീസ് ടാക്സ് ഇതേപോലെ പ്രീ GST ലോ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ രജിസ്റ്റർ ചെയ്യണം.
ബിസിനസ് വിത്ത് ടേൺ ഓവർ എബവ് ദർ ഓൺ ലിമിറ്റ് ഓഫ് 20 lakh. 20 lakhനേക്കാളും കൂടുതൽ ബിസിനസ്സിന് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തികളും നമ്മൾ എന്ത് ചെയ്യണം, GST പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ്. നെക്സ്റ്റ്, ഏജൻറ്റ് ഓഫ് സപ്ലയേഴ്സ് ആൻഡ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അടുത്തത്, ദോസ് പേയിങ് ടാക്സ് അണ്ടർ ദ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിസർവ് ചാർജ് മെക്കാനിസം വഴി ആരൊക്കെയാണോ ടാക്സ് പേ ചെയ്യുന്നത് അവരും എന്ത് ചെയ്യണം, GST പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, എവരി ഇ-കൊമേഴ്സ് അഗ്രിഗേറ്റേഴ്സ്. ഇ-കൊമേഴ്സ് അഗ്രിഗേറ്റേഴ്സും GST പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടവരാണ്. നെക്സ്റ്റ്, പേഴ്സൺ സപ്ലൈയിങ് ഓൺലൈൻ ഇൻഫോർമേഷൻസ് ആൻഡ് ഡാറ്റാബേസ് ആക്സസ് ഓർ റിട്രീവൽ സർവീസ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ടു എ പേഴ്സൺ ഇൻ ഇന്ത്യ അതർ ദാൻ ദ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺസ്. എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, ഓൺലൈൻ ഇൻഫോർമേഷൻസ് ഇന്ത്യക്ക് പുറത്തു നിന്നും ഇന്ത്യക്ക് അകത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡാറ്റാബേസ് ഓർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡാറ്റാബേസ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക അതുവഴി സർവീസസ് റിട്രീവ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസും എന്ത് ചെയ്യണം, GST പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടവരാണ്. അപ്പം ഇത്രയും പേഴ്സൺസാണ് GST ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത്. പേഴ്സൺസ് ഇൻക്ലൂഡിങ് രജിസ്റ്റർ ഫോർ GST. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡോക്യുമെൻറ്റ്സ് റിക്വയർ ഫോർ GST രജിസ്ട്രേഷൻ. നമ്മൾ GST രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ കരുതണം. എന്തിൻ്റെയും രജിസ്ട്രേഷൻ പോലെ തന്നെ GST പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അപ്ലിക്കൻസിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, കരുതി വെക്കണം. അതാണ് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് റിക്വയർ ഫോർ GST രജിസ്ട്രേഷൻസ്. ഫസ്റ്റ് വൺ, പാൻ ഓഫ് ദ അപ്ലിക്കൻ്റ് ആണ്. പാൻ നമ്പർ ഉണ്ടായിരിക്കണം നമ്മൾ GST രജിസ്ട്രേഷനിൽ. അതുകൊണ്ട് പാൻ ഓഫ് ദ അപ്ലിക്കൻ്റ്. നെക്സ്റ്റ്, ആധാർ കാർഡ് വേണം. പിന്നെ പ്രൂഫ് ഓഫ് ബിസിനസ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്സ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സർട്ടിഫിക്കറ്റ്സുകൾ, അതായത് ബിസിനസ് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്സും അതേപോലെ ഇൻകോർപ്പറേറ്റഡ് സർട്ടിഫിക്കറ്റും, ബിസിനസ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വേണം. നെക്സ്റ്റ്, ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് പ്രൊമോട്ടേഴ്സ് ഓർ ഡയറക്ടേഴ്സ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ പ്രൊമോട്ടേഴ്സിൻ്റെയോ ഡയറക്ടറിൻ്റെയോ ഒരു എന്ത് ചെയ്യണം, അഡ്രസ് പ്രൂഫ് വേണം. നെക്സ്റ്റ്, അഡ്രസ് പ്രൂഫ് ഓഫ് ദ പ്ലേസ് ഓഫ് ദ ബിസിനസ്. എവിടെയാണ് നമ്മുടെ ബിസിനസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സുള്ള ഒരു പ്രൂഫ് വേണം. നെക്സ്റ്റ്, നമ്മളെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ക്യാൻസൽഡ് ചെക്ക്, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ലെറ്റർ ഓഫ് ഓതറൈസേഷൻ ഓർ ബോർഡ് റെസൊല്യൂഷൻ ഫോർ ഓതറൈസ്ഡ് സിഗ്നേറ്ററി. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ GST രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ളത്. ഇത്രയും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, GST പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട, അതായത് ഇത് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ പറയുന്നത് ഹൂ ക്യാൻ ക്യാൻസൽ ദ GST രജിസ്ട്രേഷൻസ്. ആർക്കൊക്കെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുന്നത്. മെയിനായിട്ടും മൂന്ന് വ്യക്തികളാണുള്ളത്. ഒന്ന് ടാക്സ് പെയർ ആണ്. ആരാണോ ടാക്സ് പെയർ അവർക്ക് എന്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. ഈ ടാക്സ് പെയറുടെ കേസിൽ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്നെന്താണ്, ടേൺ ഓവർ 20 ലക്ഷത്തിന് താഴെയാണെങ്കിലും ടാക്സ് പെയർക്ക് എന്ത് ചെയ്യാം, GST ക്യാൻസൽ ചെയ്യാം. അല്ലാതെ അതർ കേസിലും നമുക്ക് GST ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ഓഫീസറിന് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ ലീഗൽ ഹയേഴ്സിന്, ലീഗൽ ഹയേഴ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് പെയറിൻ്റെ മരണശേഷം ലീഗൽ ഹയേഴ്സിന് എന്ത് ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം, GST ക്യാൻസൽ ചെയ്യാം. ഇനി പറയുന്ന ഫസ്റ്റ് ഇതിൽ ആദ്യം പറഞ്ഞ എന്താണ്, റിക്വസ്റ്റഡ് ബൈ ടാക്സ് പെയർ എങ്ങനെയാണ് GST ക്യാൻസലേഷൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കേസ് പറയുന്നത് എന്താണ്, 20 ലക്ഷത്തിൻ്റെ താഴെയാണ് ടേൺ ഓവർ വരുന്നതെങ്കിൽ GST ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ക്യാൻസലേഷൻ വെൻ ടേൺ ഓവർ ഈസ് ലെസ് ദാൻ 20 lakh. ഇവിടെ ചില പേഴ്സൺസ് എന്താണ് രജിസ്റ്റർ ചെയ്യും. ഓൾഡ് ലോ പ്രകാരമായിരിക്കും കമ്പനി ഉണ്ടാവുക. അത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, മൈഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുക. GSTയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പം അവർക്ക് എന്താണ് GST പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ എന്താണ് അത്ര ലയബിൾ അല്ല. അപ്പോൾ എന്താണ് 20 lakhൽ കുറവാണ് ടേൺ ഓവർ എങ്കിൽ അതിലെന്ത് ചെയ്യാം,
അവർക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഇതിനു വേണ്ടി അവർ സബ്മിറ്റ് ചെയ്യേണ്ട ഫോം എന്ന് പറയുന്നത് GST RAG 29 ആണ്. ഇനി നെക്സ്റ്റ് ടാക്സ് പെയറിൻ്റെ നെക്സ്റ്റ് കേസ്, അതർ കേസിൽ അവരെങ്ങനെയൊക്കെ GST ക്യാൻസൽ ചെയ്യുന്നതാണ് നോക്കുന്നത്. അതായത് ക്യാൻസലേഷൻ ബൈ ടാക്സ് പെയർ ഇൻ അതർ കേസസ്. ഇതിൽ ഫസ്റ്റ് കേസായിട്ട് പറയുന്നത്, ഒന്ന് ആ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദ ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്. ഇങ്ങനെയുള്ള കേസിൽ GST രജിസ്ട്രേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ടാക്സ് പെയർക്ക് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ്, ദ ബിസിനസ് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫുള്ളി അമാൽഗമേറ്റഡ്, ഡീമർജഡ് ഓർ അതർവൈസ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, അമാൽഗമേറ്റ് ചെയ്യോ ഡീമർജർ ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിലും ടാക്സ് പെയർക്ക് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ്, നമ്മുടെ ബിസിനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താണ്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ട് മാറാമെന്ന് വിചാരിക്കുക. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് അവരുടെ ബിസിനസ് പോളിസീസ്, റെഗുലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് അതെന്താണ് പബ്ലിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ എല്ലാത്തിലും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ചേഞ്ച് വരുത്തേണ്ടി വരും. ഈ ഒരു കേസിലും നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് പെയർക്ക് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻസ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ടാക്സ് പെയർക്ക് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഒന്ന് 20 lakhന് താഴെയാണ് ടേൺ ഓവർ എങ്കിലും, പിന്നെ ഈ പറഞ്ഞ കേസസിൽ ഒന്ന് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പം, ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുമ്പം, പിന്നെ ബിസിനസ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ചേഞ്ച് വരുത്തുമ്പം, ഇത്രയും കേസസിൽ എന്ത് ചെയ്യാം, ടാക്സ് പേയേഴ്സിന് GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ടാക്സ് പേയേഴ്സിന് എങ്ങനെയൊക്കെ GST രജിസ്ട്രേഷൻസ് ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടാക്സ് ഓഫീസേഴ്സിന് എങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നാണ്. ക്യാൻസലേഷൻ ബൈ ടാക്സ് ഓഫീസേഴ്സ്. ഫസ്റ്റത്തത്, നമ്മളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്ത പ്ലേസിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സോ അല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ആണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ, അതങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ടാക്സ് ഓഫീസേഴ്സാണ് അവരുടെ GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ ബില്ലോ ഇൻവോയ്സോ ഇഷ്യൂ ചെയ്യാണ്. എങ്ങനെ, ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യാതെ ഇൻവോയ്സസോ അല്ലെങ്കിൽ ബിൽസോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളൊരു പ്രൊവിഷനാണ് വയലേറ്റ് ചെയ്യുന്നത്. ആ വയലേഷൻ ഉണ്ടാകുമ്പോൾ ടാക്സ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ആൻറ്റി പ്രോഫിറ്ററിങ് പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യുന്ന കേസ് വന്നാലും ടാക്സ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാം, GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഇത്രയാണ് എന്ത്, ക്യാൻസലേഷൻ, ആർക്കൊക്കെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലീഗൽ ഹയേഴ്സ് ആണ്. ടാക്സ് പേയേഴ്സിൻ്റെ അഭാവത്തിൽ, അതായത് അവരുടെ ഡെത്തിന് ശേഷം ടാക്സ് പേയേഴ്സിൻ്റെ ലീഗൽ ഹയേഴ്സ് ആയിരിക്കും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. ഇനി നമ്മൾ പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. എങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകുന്നതെന്നാണ് പറയുന്നത്. സിംപ്ലി ക്യാൻസലേഷൻ എന്ന് വെച്ചാൽ GST പ്രകാരം ഒരു വ്യക്തി ടാക്സ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ GST രജിസ്ട്രേഷൻ ക്യാൻസലായിട്ട് പോകും. ഇനി അയാൾക്ക് എന്താണ്, GST പ്രകാരം ടാക്സ് കളക്ട് ചെയ്യാനോ പറ്റില്ല, GST പ്രകാരം ടാക്സ് പേ ചെയ്യാനും പറ്റില്ല. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷൻ വരുന്നത്. ഇനി നമ്മൾ പറയുന്നത് കോൺസീക്വൻസ് ഓഫ് ക്യാൻസലേഷൻസ് എങ്ങനെയാണെന്ന്. ക്യാൻസലേഷൻ്റെ കോൺസീക്വൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ഒരു വ്യക്തി GST പ്രകാരം ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കുക, അത് ഒരു കോൺസീക്വൻസ് ആയിട്ട് കണക്കിലാക്കാം. രണ്ടാമത്തത്, ചില ബിസിനസ്സുകൾക്ക് എന്താണ്, GST പ്രകാരം രജിസ്റ്റർ ചെയ്യൽ എന്താണ്, മാൻഡേറ്ററി ആണ്. പക്ഷേ അവരെന്ത് ചെയ്യുകയാണ്, GST രജിസ്ട്രേഷൻസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും എന്താണ്, കോൺസീക്വൻസ് ആണ്, ക്യാൻസലേഷന് കാരണമാവാൻ പറ്റും. ഇതിനെന്താണ്, GST ആക്ട് പ്രകാരം ഒരു ഒഫൻസ് ആയിട്ടാണ് പറയുന്നത്. ഇതിന് ഹൈ പെനാൽറ്റി ഇവർ ചുമത്തേണ്ടി വരും. ഇങ്ങനെയാണ് കോൺസീക്വൻസ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ദ ടാക്സ് പെയർ വിൽ നോട്ട് പേ GST എനിമോർ. രണ്ടാമത്തേത്, ഫോർ സർട്ടൻ ബിസിനസ് രജിസ്ട്രേഷൻസ് under GST is mandatory. If the GST registration is cancelled and business is still continued, it will mean an offence under GST and heavy penalty will apply. അതായത് ചില ബിസിനസ്സിന് എന്താണ്, GST പ്രകാരം രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞത് എന്താണ്, മാൻഡേറ്ററി ആയിരിക്കും, നിർബന്ധമാണ്. പക്ഷേ അവരെന്ത് ചെയ്യാണ്, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള കേസിലും നമ്മൾക്ക് ക്യാൻസലേഷൻ ഉണ്ടാവാം, രജിസ്ട്രേഷൻ്റെ ക്യാൻസലേഷൻ ഉണ്ടാവാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, GST അതൊരു ഒഫൻസ് ആയിട്ട് കാണുന്നുണ്ട്. ഒഫൻസ് പ്രകാരം എന്താണ്, ഹൈ പെനാലിറ്റി അവർക്ക് കൊടുക്കേണ്ടിയും വരും.
ഇങ്ങനെയാണ് കോൺസിക്വൻസ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാക്സ് ഇൻവോയ്സ് എന്താണെന്നാണ്. ടാക്സ് ഇൻവോയ്സ് ഒന്നുമല്ല, ഇറ്റ്സ് എ ബില്ലാണ്. ഇതിലടങ്ങിയിരിക്കുന്ന എന്താണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഒരു ലിസ്റ്റാണ് എന്ത് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ an invoice or bill is a list of goods sent or service provided. ഇനി നമ്മൾ പറയുന്നത് മാൻഡേറ്ററി ഫീൽഡ് റിക്വയർ ഫോർ എ GST ഇൻവോയ്സ്. GST ഇൻവോയ്സിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റത്തേത് ഇൻവോയ്സ് നമ്പർ ആൻഡ് ഡേറ്റ്. ഇൻവോയ്സ് നമ്പറും ഡേറ്റും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ നെയിം ഉണ്ടായിരിക്കണം. പിന്നെ ഷിപ്പിംഗ് ആൻഡ് ബില്ലിംഗ് അഡ്രസ്സ് ഉണ്ടായിരിക്കണം. കസ്റ്റമറിൻ്റെയും ടാക്സ് പേയേഴ്സിൻ്റെയും GSTIN ഉണ്ടായിരിക്കണം. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ, എവിടെയാണ് സപ്ലൈ പ്ലേസ് എന്ന് വേണം. പിന്നെ HSN കോഡ് വേണം, പിന്നെ ഓർ SAC കോഡ്. പിന്നെ ഏത് ഐറ്റമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് വേണം. പിന്നെ എന്താണ് ടാക്സബിൾ വാല്യൂ ആൻഡ് ഡിസ്കൗണ്ട് വേണം. പിന്നെ റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ടാക്സസ്. റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ടാക്സസ് എന്ന് പറഞ്ഞാൽ അത് CGSTയിലാണോ SGSTയിലാണോ IGSTയിലാണോ എന്ന് വേണം. പിന്നെന്താണ് റിവേഴ്സ് ചാർജ് ബേസിലാണോ നമ്മൾ GST കൊടുക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ സപ്ലയറിൻ്റെ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടാക്സ് ഇൻവോയ്സിൽ അടങ്ങിയിരിക്കണം. ഇനി പറയുന്നത് ടൈപ്പ് ഓഫ് ഇൻവോയ്സസ് ആണ്. മെയിനായിട്ടും ടൈപ്പ് ഓഫ് ഇൻവോയ്സസ് 3 ആയിട്ടുണ്ട്. ഒന്ന് ബിൽ ഓഫ് സപ്ലൈ ആണ്, രണ്ടാമത്തേത് അഗ്രിഗേറ്റ് ഇൻവോയ്സ് ആണ്, മൂന്നാമത്തേത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. ഇത്രയാണ് ടൈപ്പ് ഓഫ് ഇൻവോയ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് GST രജിസ്ട്രേഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ്. ഇതിൽ നമ്മൾ GST രജിസ്ട്രേഷൻ പ്രോസസ്സ് പറഞ്ഞു, GST രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ പറഞ്ഞു, അതേപോലെ ടാക്സ് ഇൻവോയ്സ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും പറഞ്ഞു. ഇത്രയും ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാമിന് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. എക്സാം അടുത്ത് വരികയാണ്. അപ്പം നിങ്ങളുടെ പഠിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടിയൊക്കെ വെച്ച് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ പുതുതായി ആരംഭിച്ചിരിക്കുന്ന ബ്രൈറ്റൻ മൈൻഡ് എന്ന ക്യാമ്പയിൻ ലേൺബ്ലിസിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എക്സാം ഓറിയൻറ്റഡ് നോട്ട്സ്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ വഴി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമായിരിക്കും.